ഹായ് നമസ്കാരം. ഓഡോ ട്യൂട്ടോറിയലിലെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഓഡോ 19-ലെ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതും അത് എങ്ങനെയാണ് റീകൺസിലേഷൻ ചെയ്യുന്നതും എന്ന സ്റ്റെപ്പാണ്. ഓക്കെ, ഞാൻ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാനൊരു കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ന്യൂ കൊടുത്ത് ഒരു ന്യൂ കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ABC എന്ന് പറയുന്ന ഒരു കസ്റ്റമറിനെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഈസി ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാനൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, കൺഫേം ചെയ്യുന്നു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെലിവറി കൂടി ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഡെലിവറി ചെയ്യുന്നു, വാലിഡേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. നോർമൽ റെഗുലർ ഇൻവോയ്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് എല്ലാ സ്റ്റെപ്പും അറിയാം. ഓക്കെ, നമ്മൾ എന്ത് കൺഫേം ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ ഇവിടെ പേ കൊടുത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിന് പകരമായിട്ട് നമുക്ക് ഇനി 2-3 സെറ്റപ്പ് കൂടി ചെയ്യാനുണ്ട്. ഓക്കെ, ഫസ്റ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ട്സിലെ കോൺഫിഗറേഷനിൽ ചാർട്ട് ഓഫ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് PDC റിസീവബിളും പേയബിളും എന്നുള്ള ചാർട്ട് ഓഫ് അക്കൗണ്ട് ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, PDC റിസീവബിൾ. ഓക്കെ, ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റിസീവബിൾ ആകുമ്പോൾ കറണ്ട് അസറ്റിലാണ് വേണ്ടത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, പേയ്മെന്റ് റീകൺസിലേഷൻ എനേബിൾ ചെയ്യണം. ഓക്കെ, സേവ് കൊടുത്തു. ഓക്കെ, സേവ് ചെയ്തു. ഓക്കെ, അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്തത് ക്രിയേറ്റ് ചെയ്യുന്നു, PDC പേയബിൾ. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യണം, കറണ്ട് ലയബിലിറ്റിയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കറണ്ട് ലയബിലിറ്റിയിൽ അതും അതുപോലെ പേയ്മെന്റ് റീകൺസിലേഷൻ എനേബിൾ ചെയ്യുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചാർട്ട് ഓഫ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുതിയ ജേർണൽ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ പുതിയ ജേർണൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ബാങ്ക് പറയുന്ന എൻ്റെ ജേർണൽ തന്നെ അതിലാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഇൻകമിങ് എൻ്റെ ഔട്ട് ഗോയിങ് പാത്ത് ഉണ്ട്. ഓക്കെ, ഇൻകമിങ്ങിൽ എന്ത് ചെയ്യുന്നത്, ഞാൻ മാനുവലിൽ നിന്ന് സെലക്ട് ചെയ്ത് മാനുവൽ പേയ്മെൻറ്റ് സെലക്ട് ചെയ്ത് അതിൽ ചെക്ക് എന്ന് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഇവിടെ ഏതാണ് നമ്മുടെ റിസീവബിൾ അക്കൗണ്ട് അത് ഇവിടെ മാപ്പ് ചെയ്യുന്നു. റിസീവബിൾ അക്കൗണ്ട് മാപ്പ് ചെയ്തു. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ ചെക്ക് എന്ന് കൊടുത്തു. ഓക്കെ, മാനുവൽ പേയ്മെന്റ് എന്ന് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ചെക്ക് എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ നമ്മളെ PDC ഏതാണോ പേയബിൾ അക്കൗണ്ട് അത് ഇവിടെ മാപ്പ് ചെയ്തു. ഓക്കെ, ഞാൻ ജസ്റ്റ് അത് ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ട് ഡിലീറ്റ് ചെയ്താണ്. ഓക്കെ, പേയ്മെന്റ് കൊടുത്തു, സേവ് ചെയ്തു. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഇൻവോയ്സിലോട്ട് പോകുന്നു. ഇതായിരുന്നു നമ്മുടെ ABC പറയുന്ന കസ്റ്റമർ ഇൻവോയ്സ് ആയിരുന്നു. ഓക്കെ, ടാക്സിൻ്റെ 115 ആണ് വന്നത്. ഓക്കെ, നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, മാനുവൽ പേയ്മെൻറ്റ് എന്നുള്ളത് ചെക്ക് സെലക്ട് ചെയ്യുന്നു. ക്യാഷ് എത്രയാണെന്ന് കൊടുക്കുന്നു. എന്നാണോ നിങ്ങൾ പേയ്മെൻറ്റ് ഡേറ്റ് അത് കൊടുക്കുന്നത്, ഇപ്പോൾ ഞാൻ 31 ജൂലൈ എന്നാണ് കൊടുക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നത്, നിങ്ങൾ റെഫറൻസ് നമ്പറിൽ ചെക്കിൻ്റെ നമ്പർ നിങ്ങൾ കൊടുക്കാം. ഓക്കെ, ഞാൻ 1 2 3 4 5 5. ഓക്കെ, ഇതായിരുന്നു എൻ്റെ ചെക്ക് നമ്പർ. ഞാൻ ജസ്റ്റ് നിങ്ങൾ ഐഡൻറ്റിഫിക്കേഷൻ കൊടുത്തു. ഓക്കെ, ക്രിയേറ്റ് പേയ്മെൻറ്റ് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ഇൻ പേയ്മെൻറ്റിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വൺസ് നിങ്ങൾ 31 റിസീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും മാനുവലായിട്ട് ഞാൻ എന്ത് എങ്ങനെ സ്റ്റെപ്പ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഡാഷ്ബോർഡിൽ പോയിട്ട് ട്രാൻസാക്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ എന്ന് കൊടുക്കുന്നു. ഓക്കെ, അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, പോസ്റ്റ് ഡേറ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് ആ ചെക്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു. ഇവിടെ നമ്മൾ ആ പാർട്ട്ണറെ ചൂസ് ചെയ്തു, ABC കസ്റ്റമർ എന്ന് കൊടുത്തു. 115 ആണ് എൻ്റെ എമൗണ്ട്. ഓക്കെ, അത് കൊടുത്തതിന് ശേഷം ആഡ് ആൻഡ് ക്ലോസ് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇത് ഓട്ടോമാറ്റിക് റീകൺസിലേഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, അൺഡു റീകൺസിലേഷൻ ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുന്നത്, ഞാൻ ഇപ്പോൾ ഓട്ടോമാറ്റിക് റീകൺസിലേഷൻ ആവും. ഓക്കെ, ഞാനിപ്പോൾ അൺഡു റീകൺസിലേഷൻ ചെയ്തു. ഇനി എങ്ങനെയാണ് ഇത് റീകൺസിലേഷൻ ചെയ്യുന്നത് പറഞ്ഞാൽ, ഈ റീകൺസിലേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പേയ്മെൻറ്റിൻ്റെ എൻട്രി ഇവിടെ പാസ് ആയിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യാം, സെലക്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഓട്ടോമാറ്റിക്കായി നമുക്ക് റീകൺസിലേഷൻ ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ വീണ്ടും ഇൻവോയ്സിലോട്ട് പോകുന്നു. ജസ്റ്റ് ആ ഇൻവോയ്സിൽ നോക്കി കഴിഞ്ഞാൽ പെയ്ഡിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ പെയ്ഡിലോട്ട് വന്നിട്ടുണ്ട്, സ്റ്റാറ്റസ് പെയ്ഡിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, റിപ്പോർട്ടിൽ പോകുന്നു, പാർട്ട്ണർ അടിച്ചുള്ള റിപ്പോർട്ടിൽ പോകുന്നു. ഓക്കെ, ABC എന്ന കസ്റ്റമർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് 2 എൻട്രി പാസ് ആയിട്ടുണ്ട്. ഒന്ന് ഇൻവോയ്സ് എൻട്രിയും അതുപോലെ നമ്മുടെ പേയ്മെൻറ്റ് എൻട്രിയും പാസ് ആയിട്ടുണ്ട്.
ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് വെണ്ടറിൻ്റെയും PDC ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്